വായു മലിനീകരണ തോത് വീണ്ടും ഉയർന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. മലിനീകരണ തോത് കൂടിയ മേഖലകളിൽ പുകമഞ്ഞ് രൂപപ്പെട്ടിട്ടുണ്ട്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് തലസ്ഥാനത്തുള്ളത്. ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിൽ എന്ന തരത്തിലേക്കാണോ? വിശദാംശങ്ങൾ എന്താണ്? അനുജ, ദീപാവലിക്ക് ശേഷം ഉയർന്ന വായു മലിനീകരണ തോത് അത് ഇതുവരെയും കുറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നും പലയിടങ്ങളിലും 300-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയത്. പല പ്രദേശങ്ങളിൽ ഈ മലിനീകരണ തോത് ഉയർന്നിട്ട് ഈ പുകമഞ്ഞ്, വിഷാംശമുള്ള പുകമഞ്ഞ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ദൃശ്യപരിധി കുറയ്ക്കുന്ന തരത്തിലേക്ക് കൂടി ആ പുകമഞ്ഞ് രൂപപ്പെട്ടതായാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇതുവരെയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്രിമ മഴ പെയ്യിക്കാനും ഡൽഹി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് നിലവിലെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള അന്തരീക്ഷത്തിലെ ഈർപ്പം തുടങ്ങിയ ഘടകങ്ങൾ അത് പ്രതികൂലമായി തുടരുന്നത് കൊണ്ടാണ് കൃത്രിമ മഴ എന്ന ഒരു ദൗത്യത്തിലേക്ക് കടക്കാനും ഡൽഹി സർക്കാരിന് കഴിയാത്തത്. ഒപ്പം തന്നെ ആശുപത്രികളിൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചതായി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. പലർക്കും ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ഈ വായു മലിനീകരണത്തെ തുടർന്ന് ഉണ്ടായതായാണ് ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ഒരു മലിനീകരണ തോത് കുറയ്ക്കാനായി കഴിയുന്നില്ല എന്നതാണ്. എന്തായാലും വീണ്ടും ശൈത്യം കൂടുതൽ കടുക്കുന്നതോടുകൂടി കാറ്റിന്റെ വേഗത കുറയുന്നതോടുകൂടി മലിനീകരണ തോത് ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നുണ്ട്. അനുജ, അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് രാജ്യ തലസ്ഥാനം ഇപ്പോൾ നേരിടുന്നത് എന്നത്. പുകമഞ്ഞ് രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ വായു മലിനീകരണ തോത് ഉയർന്ന നിലയിലേക്ക് എത്തുകയാണ്. 300-ൽ കൂടുതലാണ് എന്നൊക്കെയുള്ളതാണ്. വലിയ ഗുരുതരമായൊരു സാഹചര്യം രാജ്യ തലസ്ഥാനത്തുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.